അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുല്യതയില്ലാതെ സൃഷ്ടിച്ച മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച ചെറിയ ഒരു സൂചനയായിരുന്നു മുമ്പ് നാം നൽകിയത്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു പടപ്പിന്, ഒരു സൃഷ്ടിക്ക് നേടിയെടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയത് നേടിയെടുത്തവരാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സൃഷ്ടിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയത് എന്താണോ അതായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയതെല്ലാം മുന്തിയതാണ്, ഏറ്റവും പവിത്രമായത് മാത്രമായിരുന്നു. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ച് അവിടുത്തെ ജീവിതം ഒപ്പിയെടുത്ത് മാതൃകയാക്കിയ അവിടുത്തെ അനുചരന്മാരായ സ്വഹാബിവര്യന്മാർ, ആ സ്വഹാബിവര്യന്മാരെ കണ്ടും കേട്ടും പഠിച്ച് ജീവിച്ച താബിയുകൾ, അവർക്ക് ശേഷം വന്ന തബഉ താബിയുകൾ, ഇവരൊക്കെയും നബിയെ അനുകരിച്ചവരും നബിയെ അംഗീകരിച്ച് നബിയെ കേട്ടു പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചവരുമാണ്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സ്വഹാബിവര്യന്മാരും അവരിൽ നിന്ന് കേട്ടും അവരിൽ നിന്ന് പഠിച്ചും അവരിൽ നിന്ന് അറിഞ്ഞും ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിഞ്ഞതും കേട്ടതും കണ്ടതും പഠിച്ചതുമായ എല്ലാ കാര്യങ്ങളും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ലോക ചരിത്രത്തിൽ ഇതുപോലെ മറ്റൊരു മനുഷ്യനെ കാണുകയില്ല മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ. ആരംഭ നബി തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് വളരെ കുറച്ചു മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബിനെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂവെങ്കിൽ പോലും നാം അറിഞ്ഞിരിക്കുന്ന, നാം മനസ്സിലാക്കിയിരിക്കുന്ന ആ അറിവിനോട് തട്ടിച്ചു നോക്കാനോ അതിന് തുല്യമാണെന്ന് പറയാനോ പറ്റുന്ന വിധത്തിൽ ലോക ചരിത്രത്തിൽ മറ്റൊരാളുടെയും ചരിത്രം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ആരംഭ നബിയുടെ ശരീരത്തിന്റെ പ്രകൃതി എങ്ങനെയായിരുന്നു, അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് തുടങ്ങി അവിടുത്തെ എല്ലാ അനക്കങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനായി ഇമാമുമാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിന്റെ സ്വഭാവം അതിനെക്കുറിച്ച് വിവരിക്കാൻ ഗ്രന്ഥങ്ങളാണ്. ആദരവായ നബിയുടെ ശരീര പ്രകൃതി അതിനെക്കുറിച്ച് വിവരിക്കാൻ ഗ്രന്ഥങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകൾ, ദലായിലുകൾ, ദൃഷ്ടാന്തങ്ങൾ, അവിടുന്ന് പ്രവാചകരാണെന്ന് അറിയിക്കുന്ന തെളിവുകൾ അതിനെക്കുറിച്ച് വിവരിക്കാൻ മാത്രമായി ധാരാളം ഗ്രന്ഥങ്ങളാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതര പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നൽകിയിരിക്കുന്ന പദവികൾ അത് വിവരിക്കാനായി ഗ്രന്ഥങ്ങളാണ്. ആരംഭ തിരുമേനിയുമായി ബന്ധപ്പെട്ട് ചരിത്ര ലോകത്ത് എത്രയെത്ര ഗ്രന്ഥങ്ങളാണ്. അത് മുഴുവനായി തന്നെ വായിക്കാനോ അത് മുഴുവനായി തന്നെ അവതരിപ്പിക്കാനോ നമ്മെ കൊണ്ട് സാധ്യമല്ല. ആ വിധത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് വിവരങ്ങൾ ലോകത്ത് തന്നെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബായ ഏക ഇലാഹായ അള്ളാഹുവിൻ്റെ ഏക അടിമയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന, ആ അധികാരം തീർത്തും ബോധ്യപ്പെടുന്ന, പരലോകത്ത് വ്യക്തമാകുന്ന ആ പരലോകത്തിന്റെ അധികാരിയും രാജകുമാരനുമായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരിൽ അവസാനത്തെ പ്രവാചകരായാണ് ഈ ഭൂമി ലോകത്തേക്ക് ഉദയം ചെയ്തതെങ്കിലും നബിതങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഏതാണ്ട് 1,24,000 വരുന്ന അമ്പിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ച് അവരൊക്കെയും ഇവിടെ വന്ന ആ പ്രവാചകന്മാരെല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് സുവാർത്ത നൽകിയവരാണ്. അവസാന നാളിൽ വരാനിരിക്കുന്ന നബിയെ കുറിച്ച് വിവരം നൽകിയവരാണ് 1,24,000 വരുന്ന അമ്പിയാക്കൾ. അവസാന നാളിൽ ഒരു നബി വരാനുണ്ട്. ആ നബിയുടെ പേര് അഹമ്മദാണ്, ആ നബിയുടെ പേര് മുഹമ്മദാണ്, ആ നബിയുടെ ശരീരം ഇങ്ങനെയാണ്, ആ നബിയുടെ ജനിക്കുന്ന സ്ഥലം ഇന്ന നാടാണ്, ആ നബി തങ്ങൾ ഹിജറ പോകുന്നത് ഇന്ന നാട്ടിലേക്കാണ്. ആ നബി തങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ടായിരുന്നു മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ. അവർക്ക് നൽകപ്പെട്ട വേദങ്ങളിലും പുന്നാര നബിയുടെ വിവരണമുണ്ടായിരുന്നു.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ മുമ്പ് 1,24,000 വരുന്ന അമ്പിയാക്കൾ ഈ വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ പുണ്യ പൂമേനി ഈ ലോകത്തേക്ക് ഉദയം ചെയ്തതിന് ശേഷം ആ നബിയുമായി ബന്ധപ്പെട്ട് നബിയെ കണ്ട് കേട്ടു പഠിച്ചു മനസ്സിലാക്കിയ അവിടത്തോടൊപ്പം കഴിഞ്ഞുകൂടിയ സ്വഹാബി വര്യന്മാരാണെങ്കിലോ 1,24,000 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 1,24,000 അമ്പിയാക്കൾ വരുന്നുണ്ടെന്ന് പറയാൻ വന്നപ്പോൾ ആ നബിയെ കണ്ട് കേട്ടു പഠിച്ചു മനസ്സിലാക്കി അവസാന നാൾ വരെ വരാനിരിക്കുന്ന ജനതയ്ക്ക് മുഴുവനും ആ നബിയുടെ വിവരം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതും 1,24,000 സ്വഹാബത്തിനെയാണ്. ആ 1,24,000 വരുന്ന സ്വഹാബി വര്യന്മാർ നബിയെ കണ്ടവരാണ്, നബിയെ കേട്ടവരാണ്, നബിയെ പഠിച്ചവരാണ്, നബിയെ മനസ്സിലാക്കിയവരാണ്. അവർ മനസ്സിലാക്കിയ ചരിത്ര സത്യങ്ങളും നബിയുടെ വിവരങ്ങളുമാണ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെ അവർ മനസ്സിലാക്കിയത് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഉന്നാന നബി തങ്ങളുടെ സൗന്ദര്യം വിവരിക്കുമ്പോൾ ചന്ദ്രനെ പോലെയായിരുന്നു അവിടുത്തെ മുഖം, അവിടുത്തെ മുഖത്ത് നോക്കിയാൽ സൂര്യനെ കാണാമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും മഹത്തുക്കളെ രേഖപ്പെടുത്തുന്നത് ഇതൊക്കെയും അവർക്ക് പറയാൻ പറ്റുന്ന അള്ളാഹു പടച്ചു വെച്ച പടപ്പുകളിൽ നിന്ന് തങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എടുത്തുകൊണ്ട് മാത്രം ഉദാഹരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര പ്രകൃതിയോടോ അവിടുത്തെ സ്വഭാവ ഗുണങ്ങളോടോ കിടയത്തു നിൽക്കുന്നതായ നബിയോട് യോജിച്ചു നിൽക്കുന്നതായ ഒരു പടപ്പിനെയും അള്ളാഹു പടച്ചിട്ടില്ല. നബി ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റിയ ഒന്നും അള്ളാഹു പടച്ചിട്ടില്ല എന്ന് ചരിത്രകാരന്മാരും ഇമാമുമാരും ലോക പണ്ഡിതന്മാർ ആസകലം ഒത്തുസമ്മതിച്ച പരമസത്യമായിരുന്നു അത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര പ്രകൃതികൾ തന്നെ വിവരിക്കാൻ എത്രയെത്ര ഗ്രന്ഥങ്ങളാണ്. നബിയുടെ തല എങ്ങനെയായിരുന്നു, നബിയുടെ ചുണ്ടെങ്ങനെയായിരുന്നു, കണ്ണെങ്ങനെയായിരുന്നു, മുടി എങ്ങനെയായിരുന്നു, വയറെങ്ങനെയായിരുന്നു തുടങ്ങിയ അവിടുത്തെ അഴക് വിവരിക്കാൻ, അവിടുത്തെ സൗന്ദര്യം വിവരിക്കാൻ, അവിടുത്തെ നടത്തം വിവരിക്കാൻ എത്രയാ ഗ്രന്ഥങ്ങൾ. ഇതൊക്കെയും കണ്ടു മനസ്സിലാക്കിയ സ്വഹാബി വര്യന്മാരുടെ വിവരണങ്ങളാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ അങ്ങ് യമനിലേക്ക് ചെല്ലുമ്പോൾ നബി തങ്ങൾ യമനിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ച സമയത്ത് ആ യമനിൽ ചെന്ന് മഹാനവറുകൾ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ജൂത പുരോഹിതൻ എന്റെ അരികിലേക്ക് വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, സിഫ്ലന അബാ ഖാസിം, നിങ്ങൾ പറയുന്ന ആ പ്രവാചകരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ, എന്തായിരുന്നു ആ നബിയുടെ വിശേഷണങ്ങൾ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ലൈസ ബിൽ ഖസീർ, നബി തങ്ങൾ നീളം കുറഞ്ഞ ഒരു കുള്ളനായിരുന്നില്ല, വലാ ബിത്വീൽ, നീണ്ട ഒരു മനുഷ്യരുമായിരുന്നില്ല, മിതമായ നീളമായിരുന്നു നബിയുടേത്, മിതമായ നീളമായിരുന്നു, കാണാൻ ഭംഗിയുള്ള നീളമായിരുന്നു. നബി തങ്ങളുടെ തല ആ ശരീരത്തിനൊത്ത രീതിയിൽ തടിച്ച തലയായിരുന്നു. ചുമലിന്റെ ഭാഗങ്ങൾ വിസ്തൃതിയുള്ളതായിരുന്നു. അവിടുത്തെ ശരീരം, ആ ശരീരത്തിന്റെ നിറം ചുവപ്പ് കലർന്ന വെള്ള നിറമായിരുന്നു. അവിടുത്തെ പൂമേനിയിൽ നെഞ്ചിന്റെ കുഴിയിൽ നിന്ന് പൊക്കിൾ വരെ നീണ്ടു നിൽക്കുന്നതായ അതിലോലമായ ഒരു രോമത്തിന്റെ രേഖയുണ്ടായിരുന്നു. ശരീരത്തിന്റെ നെഞ്ചിന്റെ മറ്റു ഭാഗത്തൊന്നും രോമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തുടങ്ങി ഓരോ വിവരങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയത്, താൻ കണ്ടത്, താൻ മനസ്സിലാക്കി അനുഭവിച്ചത് പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാ ജൂത പുരോഹിതൻ പറയുന്നത്. അവരുടെ വേദത്തിലുള്ള വിവരങ്ങളാണ് അവരും പറയുന്നത്. പറയൂ, ഇനിയുമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് ചോദിക്കുമ്പോ അവസാനം അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്യമുണ്ട്, ലം അറ ബഖബലഹു മിസ്ല വലാ ബഅദഹു മിസ്ല. ഞാൻ നബി തങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ആ നബിയെ പോലെ ഒരാളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, നബിയുടെ ശേഷവും കണ്ടിട്ടില്ല, നബിയെ കാണുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, നബിയെ കണ്ടതിന് ശേഷവും കണ്ടിട്ടില്ല. ഒറ്റമുത്താണേ എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എത്രയെത്ര സ്വഹാബി വര്യന്മാരാണ് ഈ വാക്കുകൾ പറയുന്നത്. നബിയുടെ സൗന്ദര്യം പോലത്തെ സൗന്ദര്യം ലോകത്തൊരാൾക്കും നൽകിയിട്ടില്ല. ഏറ്റവും മുന്തിയ സൗന്ദര്യം എല്ലാം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നൽകപ്പെട്ടവരാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്ത് സുന്ദരനായി അറിയപ്പെടുന്നത് മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാമിലെയാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് മിഹ്റാജിന്റെ നാളിൽ ആകാശ ലോകത്ത് വെച്ച് പല പ്രവാചകന്മാരെയും കണ്ട വിവരങ്ങൾ അവിടുന്ന് നൽകുന്ന കൂട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടത് നൽകുമ്പോ അവിടുന്ന് പറയുന്നുണ്ട്, ഊത്തിയ ശത്റുൽ ഹുസ്ൻ, ലോകത്തെ ഭംഗിയുടെ പകുതി ഭാഗവും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന്. ലോകത്ത് മറ്റെല്ലാവരിലും കാണുന്ന സൗന്ദര്യമൊക്കെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ലോകത്തെല്ലാവർക്കും നൽകപ്പെട്ട സൗന്ദര്യത്തിന്റെ അത്രയും ഭാഗം
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ മിഅ്റാജിന്റെ രാവിൽ യൂസുഫ് നബിയെ കണ്ട വിവരണങ്ങൾ നടത്തുമ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ കഥയാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ കഥ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥയായിരുന്നല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ സൗന്ദര്യം കണ്ടുകൊണ്ട് അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് വീടിന്റെ ഉള്ളിൽ നിന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആ യൂസുഫ് എന്ന ആ മഹാ സൗന്ദര്യവാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ മാഹാദാ ബശറാ ഇൻഹാദാ ഇല്ലാ മലക്കും കരീം, ഇതൊരു മനുഷ്യനല്ലല്ലോ, ഇത് മാലാഖയാണല്ലോ എന്നവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞത് മാലാഖയെ കണ്ടവരല്ല, മാലാഖയെ കണ്ട് മാലാഖയുടെ സൗന്ദര്യം മലക്കിനെ കണ്ട് മലക്കിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയവരല്ല, മനുഷ്യന് നിരൂപിക്കാൻ പറ്റാത്ത ഒരു സൗന്ദര്യം കണ്ടപ്പോ ഇത് മനുഷ്യനല്ല, ഇത് മാലാഖയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവരുടെ കൈകൾ പോലും മുറിഞ്ഞു പോയത് ആ സൗന്ദര്യത്തിൽ മതിമറന്ന നേരത്തെ അവർ അറിഞ്ഞിരുന്നില്ല, പിന്നീടാണ് അവർ അറിഞ്ഞിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ അതിമനോഹരമായ കഥ. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യമാണെങ്കിലോ നബി തങ്ങളുടെ സൗന്ദര്യം ലോകത്തൊരാൾക്കും നൽകപ്പെടാത്ത സൗന്ദര്യമാണ്. ലോകത്ത് നൽകിയ സൗന്ദര്യത്തിന്റെ പകുതി ഭാഗവും യൂസുഫ് നബി അലൈഹിസ്സലാമിനാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനായി അള്ളാഹു പടച്ച സൗന്ദര്യമാണ്. അവിടുത്തെ ഭംഗി അങ്ങനെയാണ്, പരിപൂർണമായ സൗന്ദര്യമാണ്, മറ്റൊരാൾക്കും നൽകപ്പെടാത്ത സൗന്ദര്യമാണ്, മറ്റൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത ഭംഗിയാണ് അവിടുത്തെ ഭംഗി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ സൗന്ദര്യം എങ്ങാനും ശരിയായ രീതിയിൽ ലോകം ദർശിച്ചിരുന്നുവെങ്കിൽ, അന്നത്തെ ആളുകൾ കണ്ടിരുന്നുവെങ്കിൽ ലആസർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ ഐദി, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട ആ സ്ത്രീകൾ അവരുടെ കൈകളാണ് മുറിഞ്ഞു പോയതെങ്കിൽ എന്റെ ഈ ഹബീബിന്റെ സൗന്ദര്യം കണ്ടിരുന്നെങ്കിൽ, നബിയുടെ ആ നെറ്റിത്തടത്തിലേക്ക് നോക്കിയിട്ട് ശരിയായ സൗന്ദര്യമെങ്ങാനും ഒരു നിമിഷം അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞാൽ അവരുടെ കൈകളല്ല മുറിയുക, അവർ ഹൃദയം പൊട്ടി മരിച്ചുപോയേനെ. അവർക്ക് ഈ സൗന്ദര്യം താങ്ങാൻ കഴിയാതെ അവരൊക്കെയും ഹൃദയം പൊട്ടി കൽബ് പൊട്ടി മരിച്ചുപോയേനെ എന്ന് പറയുന്ന സൗന്ദര്യമാ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അവിടുത്തെ സൗന്ദര്യം മാത്രമല്ല, അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്, ഏറ്റവും പരിപൂർണമായ രീതിയിൽ അവിടത്തേക്ക് നൽകപ്പെട്ടു. അതിയായ നീളമില്ലാത്ത എന്നാൽ നീളം കുറഞ്ഞയാളുമല്ലാത്ത മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിമനോഹരമായത് തന്നെയായിരുന്നല്ലോ. അവിടുത്തെ മുടി, തലയിലെ മുടിയും താടിരോമങ്ങളും എല്ലാം കറുകറുത്ത മുടി, ആ വെളുത്ത ദേഹത്ത് ചുവന്ന നിറത്തിൽ ചുവപ്പ് കലർന്ന ആ വെളുത്ത ശരീരത്തിൽ എന്തു മനോഹരമാ പുന്നാര നബിയുടെ ആ താടിരോമങ്ങളും തലമുടികളും കാണാനുണ്ടായിരുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ താടിരോമങ്ങളും അവിടുത്തെ തലയിലെ മുടികളും കറുത്തതായിരുന്നു, നിരബാധിച്ചിരുന്നില്ല. അവസാന നാളിൽ ഏതാണ്ട് ഒരു 20 താഴെ രോമങ്ങൾ മാത്രമേ ഹബീബിന്റെ താടിരോമങ്ങളിൽ നിരബാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതും അവിടെ നിന്ന് എണ്ണ തേച്ച് വാർന്നു വെക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കാണുകയില്ല. എണ്ണ തേച്ച് വാർന്നു വെച്ചാൽ എല്ലാം കറുത്തത്. ആ വെളുത്ത മുഖത്ത് കാണാൻ എന്തൊരു ചന്തമാണ് ആ കറുത്ത രോമങ്ങൾക്കെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അവിടുത്തെ രോമങ്ങളാണ്. 63 വയസ്സ് പ്രായമായപ്പോഴും ഒരു ചുളിവില്ലാതെ എങ്ങനെയാണോ സൗന്ദര്യത്തിന്റെ പൂർണ്ണദിശയെങ്കിൽ അതേ രീതിയിൽ തന്നെയായിരുന്നു വഫാത്തിന്റെ നേരത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തൊരു മിനുസമാ അവിടുത്തെ ശരീരത്തിന്. മാമസിസ്തു ദീബാജൻ വലാ ഹരീറൻ അൽയന മിൻ ഗഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ആരംഭ നബി തങ്ങളുടെ ശരീരത്തോളം മൃദുലമായ ഒരു പട്ടുവസ്ത്രമോ ഒരു കട്ടിപ്പട്ടോ ഞാനിതുവരെ സ്പർശിച്ചിട്ടില്ല, ഞാനിതുവരെ തൊട്ടിട്ടില്ല. വലാ ശമിംതു മിസ്കം വലാ അംബറ അത്യബ റായിഹതൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യപൂമേനിയുടെ ദേഹത്തിനേക്കാൾ സുഗന്ധമായ ഒരത്തറോ ഒരു സുഗന്ധദ്രവ്യമോ ഞാനിതുവരെ ശ്വസിച്ചിട്ടില്ല. ലോകത്തൊരു സുഗന്ധദ്രവ്യങ്ങൾക്കുമില്ലാത്ത സുഗന്ധവും ഒരു മിനുമിനുത്ത പട്ടിനുമില്ലാത്ത മിനുസവും മാർദ്ദവവുമാണേ ആ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് അനസ് വിവരിക്കുന്നത് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് തന്നെ സുഗന്ധമാണ്. അവിടുന്ന് ഒരു വഴിയിലൂടെ നടന്നു പോയാൽ പിന്നിൽ വരുന്നവർക്ക് നബി തങ്ങൾ നടന്നുപോയ ആ വഴിയിൽ വരുന്നവർക്ക് അവിടുത്തെ ആ സുഗന്ധം ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. അവിടുന്ന് സുഗന്ധം ഉപയോഗിച്ചത് കൊണ്ടല്ല, അത്തർ തേച്ചത് കൊണ്ടല്ല, അവിടുത്തെ പുണ്യഭൂമേനിയുടെ സുഗന്ധമാണ്. അവിടുത്തെ അവശിഷ്ടങ്ങൾക്ക് പോലും പവിത്രമായിരുന്നല്ലോ.
സാധാരണ രീതിയിൽ മലിനമായി ഗണിക്കപ്പെടുന്ന വസ്തുവാണ് വിയർപ്പ്. വിയർപ്പിന്റെ ഗന്ധം എന്നൊരു പ്രയോഗം തന്നെ ഭാഷയിലുണ്ടല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിയർപ്പ് തുള്ളികൾ അങ്ങനെയായിരുന്നില്ലല്ലോ. സുന്ദരമായിരുന്നത്, ഏറ്റവും മുന്തിയതായിരുന്നത്, ഏറ്റവും സുഗന്ധമുള്ളതായിരുന്നു അത്. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴായി അവരുടെ വീട്ടിൽ വിശ്രമിക്കാറുണ്ടായിരുന്നു. വിയർപ്പ് അധികരിച്ച പ്രകൃതമുള്ളവരായിരുന്നു തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ആ പുണ്യപൂമേണിയിൽ നിർഗളിച്ചു വന്നിരുന്ന വിയർപ്പ് തുള്ളികൾ അവിടുത്തെ ദേഹത്ത് നിന്നും വീണുകിടക്കുന്ന പായയിൽ നിന്നും ഒപ്പിയെടുത്തുകൊണ്ട് ഒരു കുപ്പിയിലാക്കുകയാണ് ഉമ്മു സുലൈം. ഇത് കണ്ടുകൊണ്ടാ അവിടെ നിന്ന് ഉണരുന്നത്. അവിടെ നിന്ന് ചോദിച്ചു, യാ ഉമ്മ സുലൈം മാ ഹാദാ, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഉമ്മു സുലൈം? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എന്റെ വിയർപ്പ് തുള്ളികളോ? അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, ഇത് അങ്ങയുടെ പുണ്യപൂമേനിയിൽ നിന്ന് ഉറ്റി വീണ വിയർപ്പ് തുള്ളികളാണ് നബിയെ. ഇത് ഞങ്ങൾക്ക് സുഗന്ധ വസ്തുവായി ഉപയോഗിക്കാനാണ്. വനർജു ബറക്കത്ത, ഇതിന്റെ ബർക്കത്ത് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നബിയെ എന്ന് പുണ്യപൂമേനിയോട് മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുമ്പോൾ അത് ശരിവെക്കുകയാണ് അവിടുന്ന് ചെയ്തത്. അവിടുത്തെ വിയർപ്പ് തുള്ളികൾ അങ്ങനെയായിരുന്നു. അവിടുത്തെ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരയൊത്ത ചെറിയ അകൽച്ചയുള്ള അതിമനോഹരമായ പല്ലുകളായിരുന്നു പുന്നാര നബിയുടേത്. സൗന്ദര്യം ആ പല്ലിനായിരുന്നു സൗന്ദര്യം. നിരയൊത്ത പല്ലുകളായിരുന്നു. ചെറിയ വിടവുകൾ ആ പല്ലുകൾക്കിടയിലുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരു ഭാഗത്തേക്ക് തിരിയുകയാണെങ്കിൽ, ഒരാളിലേക്ക് തിരിയുകയാണെങ്കിൽ പൂർണ്ണമായും തിരിയുന്ന പ്രകൃതമായിരുന്നു അവിടത്തേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തല മാത്രം തിരിക്കുന്ന പ്രകൃതമല്ല, പൂർണ്ണമായി ഒരാളിലേക്ക് തിരിഞ്ഞ് സംസാരിക്കുന്ന പ്രകൃതം. അവിടുത്തെ മുടിയാണെങ്കിലോ ആദ്യം അല്ലാഹുവിന്റെ ഹബീബ് ആദ്യ നാളുകളിൽ പിന്നിലേക്ക് വാർന്നു വെച്ചിരുന്ന മുടി അവസാന നാളായപ്പോ മുൻഭാഗത്ത് നിന്ന് രണ്ടു ഭാഗത്തേക്കും വാർന്നു വെക്കുന്ന രീതിയായിരുന്നു അവിടുത്തെ മുടിക്കുണ്ടായിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നടത്തവും അങ്ങനെയാ, കിടത്തവും ഇരുത്തവും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നടക്കുന്ന, വേഗത്തിൽ നടക്കുന്ന പ്രകൃതമായിരുന്നു നബിക്ക്. കൂടെയുള്ളവർ നടന്നാൽ എത്തുമായിരുന്നില്ല നബിയുടെ അരികിലേക്ക്. അരൽപ്പം മുന്നോട്ട് ചാഞ്ഞുകൊണ്ട് ഇറക്കത്തിൽ നിന്ന് കയറ്റത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ അതിവേഗത്തിൽ നടക്കുന്ന നടത്തമാ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഇരുത്തവും അങ്ങനെയാ. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ചാരിയിരിക്കാറുണ്ടായിരുന്നില്ല. രണ്ട് കാലുകൾ, കാൽമുട്ടുകളും മടക്കി വെച്ച് ആ കാലിന്റെ മുകളിൽ ഇരുന്ന് കഴിക്കുന്നു. ചിലപ്പോൾ ഇടതുകാല് മടക്കി വെച്ച് അതിന്റെ മുകളിൽ ഇരുന്ന് വലതുകാല് നാട്ടിവെച്ചുകൊണ്ടുള്ള ഇരുത്തമാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഞാൻ ഒരു അടിമയിരിക്കുന്നത് പോലെയാണ് ഞാൻ ഇരിക്കുകയെന്ന് പറഞ്ഞ് വിനയാന്വിതനായി ലാളിത്യത്തിന്റെ നിറകുടമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അവിടുത്തെ വസ്ത്രങ്ങൾ ധരിക്കുന്നതും അങ്ങനെയാണ്, സുറുമയിടുന്നതും അങ്ങനെയാണ്. എല്ലാം മാതൃകാപരമായ ഏറ്റവും സുന്ദരമായ രീതിയിൽ തന്നെയായിരുന്നു അവിടെ നിന്ന് നടത്തിയിരുന്നത്. അവിടെ നിന്ന് കിടന്നുറങ്ങുന്നതും അങ്ങനെ തന്നെയാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈ നിവർത്തി വെച്ച് ആ വലതു കൈയിലേക്ക് തന്റെ വലതു കവിൾ വെച്ചുകൊണ്ട് വലതു ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞായിരുന്നു അവിടെ നിന്ന് കിടന്നിരുന്നത്. പെട്ടെന്ന് ഉണരാൻ ഇത് സഹായകമാകുമെന്ന് അവിടെ നിന്ന് പറയാറുണ്ടായിരുന്നു. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന പ്രകൃതമാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തന്റെ കയ്യിലേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ മൂന്ന് സൂറത്തുകളും ഓതി തന്റെ കയ്യിലേക്ക് ഊതിയിട്ട് തന്റെ ശരീരമഹാസകലം അത് തടവിയിട്ട് തന്റെ ശരീരത്തിന്റെ എവിടെയൊക്കെ തന്റെ കൈയെത്താൻ പറ്റുമോ ആ ഭാഗത്തൊക്കെയും തടവിയിട്ട് മാത്രമേ അവിടുന്ന് കിടന്നുറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അവസാന സമയത്ത് പോലും അങ്ങനെയാ. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ അരമനയിലെ രഹസ്യം വിവരിക്കുന്നത് ഇങ്ങനെയാ. അവിടുന്ന് അവസാന നാളിൽ, രോഗിയായി കിടക്കുന്ന നാളിൽ കൈ ഉയർത്താൻ, സ്വന്തം കൈ ഉയർത്താൻ ആരംഭ നബി തങ്ങൾക്ക് പറ്റാത്ത ആ സമയത്ത്, രോഗം മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് ആരംഭ നബി തങ്ങളുടെ രണ്ട് കൈയും ഉയർത്തിയിട്ട് ആ കൈയിലേക്ക് പുന്നാര നബി തങ്ങൾക്ക് വേണ്ടി ഈ മൂന്ന് സൂറത്തുകളും ഞാൻ ഓതിയിട്ട് ആ കൈയിലേക്ക് ഊതിയിട്ട് ആ കൈ കൊണ്ട് നബി തങ്ങളുടെ ശരീരമാസകലം ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. എന്റെ കൈ വേണ്ട, എന്റെ മോശം കൈ വേണ്ട, നബി തങ്ങളുടെ കൈ തന്നെയാവട്ടെ എന്ന് കരുതിയിട്ട് ആ കൈയിലേക്ക് ഊതിയിട്ട് തന്റെ ഹബീബിനെ ആ രീതിയിലാണ് കിടത്തുറക്കിയത് എന്ന് അവിടുത്തെ അരമനയിലെ രഹസ്യം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നത് ഇങ്ങനെയാ. അതായിരുന്നു അവിടുത്തെ കിടത്തം, അതായിരുന്നു അവിടുത്തെ ഉറക്കം, അതായിരുന്നു അവിടുത്തെ ജീവിതമാസകലം. എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ആരെയും ശകാരിക്കാറില്ല, ആരെയും കുറ്റം പറയാറില്ല, ആരെയും വേദനിപ്പിക്കാറില്ല. ആര് വന്ന് സഹായം ചോദിച്ചാലും അവിടുന്ന് ഉള്ളത് സഹായിക്കുമായിരുന്നു. ഉണ്ടെങ്കിൽ അത് നൽകുമായിരുന്നു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാത്ത പ്രകൃതമാ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. മറ്റാരുടെയെങ്കിലും അരികിലേക്ക് ചെന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എങ്കിൽ അത് വാങ്ങിക്കൊടുക്കും. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു ലകാനത് ലാഉഹു നഅമി. അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴാ അവിടുന്ന് ഇല്ല എന്ന് പറയാറുണ്ടായിരുന്നത്. മറ്റൊരിക്കലും അവിടത്തേക്ക് ഇല്ല എന്നൊരു പ്രയോഗം ഇല്ലായിരുന്നുവെന്ന് മഹത്തുക്കൾ വിവരിക്കുന്ന വിധമാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. 10 വർഷകാലം അവിടുത്തെ സേവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 10 വർഷമാ നബിയോടൊപ്പം ഞാൻ നിന്നത്. ഞാൻ ആ 10 വർഷകാലത്ത് നബി തങ്ങൾ എന്നോട് ഒരിക്കൽ പോലും എന്തിനാ അനസേ നീ അങ്ങനെ ചെയ്തത് എന്ന് ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല, എന്നെ ശകാരിച്ചിട്ടില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടില്ല, എന്നെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. ചെയ്യാത്തൊരു കാര്യത്തിന് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല അനസേ എന്നൊരിക്കൽ ചോദിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞയച്ചപ്പോ ഞാൻ ആ സ്ഥലത്തേക്ക് പോവാതെ മറ്റുള്ളവരുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാ എന്റെ പിന്നിലൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ പൊന്നു അനസേ ഞാൻ പറഞ്ഞിടത്തേക്ക് നീ പോയോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഇതാ പോകുന്നു നബിയെ എന്ന് പറഞ്ഞാ ഞാൻ പോയത്. അവിടെ എന്നെ കുറ്റപ്പെടുത്തിയില്ല, എന്നെ ശകാരിച്ചില്ല, എന്നെ ഒരു രീതിയിൽ പോലും വേദനിപ്പിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദിഹി ശൈഅൻ ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരാളെയും തന്റെ കൈ കൊണ്ടടിച്ചിട്ടില്ല. ളറബ ഇംറാഅതൻ വലാ ഖാദിമ. തന്റെ സേവകന്മാരെയോ തന്റെ ഭാര്യമാരെയോ ഒരു പെണ്ണിനെയോ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, കൈ കൊണ്ടടിച്ചിട്ടില്ല എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രമാ അവർ വിവരിക്കുന്നത്. ഈ പുണ്യ പൂമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാം രേഖപ്പെടുത്തി ഒപ്പിയെടുത്ത് വിവരിച്ച ആ സ്വഹാബി വര്യന്മാർ, അവരെ കണ്ടുപഠിച്ചവർ ആ പുന്നാര നബിയുടെ ജീവിതം വിവരിച്ചതിന്റെ 1000-1 പോലും നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുകയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു. അവിടുന്ന് പ്രവാചകരാണെന്ന് അറിയിക്കുന്നതിന്റെ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും എല്ലാം അതേ രീതിയിൽ തന്നെയാ. കഴിഞ്ഞ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട മുഅ്ജിസുകളൊക്കെയും അവരുടെ കാലത്തോടുകൂടെ അവസാനിച്ചു പോയതാണെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്തേക്ക്, ഏതെങ്കിലും ഒരു സമയത്തേക്ക്, ഏതെങ്കിലും ചില ഗോത്രങ്ങളിലേക്ക്, ചില നാടുകളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ആ കാലത്തേക്ക് വേണ്ട ദൃഷ്ടാന്തങ്ങളാണെങ്കിൽ ദാമത്ത് ലദൈന ഫഫാഖത്തു കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയീന ഇദാമത്തു വലം തദുമി. പുന്നാര നബിയുടേത് അങ്ങനെയല്ല. ലോകമാസകലത്തിലേക്കും പ്രവാചകരായി നിയോഗിക്കപ്പെട്ട നബി, അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന മനുഷ്യ ജിന്നുകൾക്കെല്ലാം പ്രവാചകരായ നബി, സകല പടപ്പുകളിലേക്കും റസൂലായി അയക്കപ്പെട്ട നബി, അവിടുത്തെ മുഅ്ജിസത്ത്, അവിടുത്തെ ദലീലുകൾ, അവിടുത്തെ ദൃഷ്ടാന്തങ്ങൾ എന്നും ജ്വലിച്ചു നിൽക്കുന്നതാണ്, ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ ലോകത്തൊരു ശക്തിക്കും അതിന് തുല്യമായൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. മനുഷ്യർക്ക് കഴിയില്ല, ജിന്നുകൾക്ക് കഴിയില്ല. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഇതിന് തുല്യമായ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. കഴിയുമെങ്കിൽ കൊണ്ടുവരട്ടെ എന്ന വെല്ലുവിളി ഇന്നും അന്തരീക്ഷത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ആ വിശുദ്ധ ഖുർആൻ അവിടത്തേക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത് അതുമാത്രമായിരുന്നു. എന്തുമായി ബന്ധപ്പെട്ടും അവിടുത്തെ മുഅ്ജിസത്താണ്. പ്രവാചകന്മാർക്കൊക്കെയും ചില നിർണിത കാര്യങ്ങൾ മാത്രമാണെങ്കിൽ ഹബീബിന് അങ്ങനെയായിരുന്നില്ല. എപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട് അത്ഭുതം വേണമോ അതവിടത്തേക്ക് കാണിക്കാൻ കഴിയും. കല്ലുമായി ബന്ധപ്പെട്ട്, മണ്ണുമായി ബന്ധപ്പെട്ട്, മനുഷ്യനുമായി ബന്ധപ്പെട്ട്, ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട്, ആകാശലോകവുമായി ബന്ധപ്പെട്ട് വേണോ, ചന്ദ്രനുമായി ബന്ധപ്പെട്ട് വേണോ, സമുദ്രവുമായി ബന്ധപ്പെട്ട് വേണോ, ഏതുമായി ബന്ധപ്പെടുത്തിയും പുന്നാര നബി തങ്ങളുടെ നുബുവത്തും ദലായിലുകളും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബായ ഖലീലായ ലോകത്തെ നിസ്തുലരായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ ആ പുന്നാര നബിയെ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയവർ വിവരിച്ചത് നമുക്ക് പകർത്താനാണ്, നാം പഠിക്കാനാണ്, നാം മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താനാണ്. അള്ളാഹു അതിന് തുണക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.